ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ജ്യൂസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കുടിക്കുമ്പോൾ വളരെയധികം റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഈ ഒരു ആപ്പിൾ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ആപ്പിളിൻ്റെ തൊലിയും കുരുവും മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ആപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മൾ എടുക്കുന്ന ആപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ബദാമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 8 or 10 ബദാം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. പാൽ നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. നമ്മളിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് പാലൊഴിച്ച് അരച്ചെടുത്താൽ മാത്രമേ ഒട്ടും കട്ടയില്ലാതെ നമുക്കിത് നല്ലതുപോലെ അരഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിത് അരച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ദാ ഇവിടെ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ആപ്പിൾ ജ്യൂസ് 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രുചിയുള്ള ഈ ആപ്പിൾ ജ്യൂസ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്